മോഷ്ടിച്ച സ്വർണം കണ്ടെത്തുന്നതിന് വേണ്ടി പ്രതിയുമായി പോലീസ് പുഴയിൽ തിരച്ചിൽ നടത്തി. കോഴിക്കോട് സ്വദേശിനിയുടെ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതിയുമായാണ് പോലീസ് മൂവാറ്റുപുഴയാറിൽ തിരച്ചിൽ നടത്തിയത്. മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും തൊണ്ടി മുതൽ കണ്ടെത്താനായില്ല. കോഴിക്കോട് സ്വദേശിനിയുടെ പരാതിയിൽ നല്ലളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സ്വർണ്ണമോഷണ കേസ് പ്രതി ഈസ്റ്റ് വാഴപ്പള്ളി സ്വദേശി മാഹിനുമായാണ് പോലീസ് പുഴയിൽ തിരച്ചിൽ നടത്തിയത്. പ്രതി പറഞ്ഞതനുസരിച്ചായിരുന്നു മൂവാറ്റുപുഴയാറിലെ പരിശോധന. കോതമംഗലം ഫയർഫോഴ്സ് സ്കൂബ ടീമിൻ്റെ സഹായത്തോടെ കച്ചേരിത്താഴം പാലത്തിന് സമീപം 4 മണിക്കൂറോളം തെരച്ചിൽ നടത്തിയെങ്കിലും തൊണ്ടി മുതൽ കണ്ടെത്താനായില്ല. കോഴിക്കോട് സ്വദേശിനിയുമായി വിവാഹമുറപ്പിച്ചതിനെ തുടർന്ന് ഒപ്പം താമസിച്ചു വരികയായിരുന്നു മാഹിൻ. എന്നാൽ ഇക്കഴിഞ്ഞ 13-ന് യുവതിയെ ആക്രമിച്ച് 7 പവൻ സ്വർണവുമായി പ്രതി കോഴിക്കോട് നിന്നും കടന്നു കളയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ പോലീസിൻ്റെ പിടിയിലായ പ്രതി മൂവാറ്റുപുഴയാറിൽ സ്വർണ്ണാഭരണങ്ങൾ നിക്ഷേപിച്ചെന്ന് മൊഴി നൽകി. 7 പവൻ തൂക്കം വരുന്ന മാല, പാദസരം, കൈച്ചെയിൻ എന്നിവ പ്ലാസ്റ്റിക് കവറിലാക്കി പുഴയിലെറിഞ്ഞുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. ഇതേ തുടർന്നായിരുന്നു പുഴയിൽ തിരച്ചിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.